പട്ടാമ്പി ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റയിൽ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ ബൂത്തിൽ കയറി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് പരാതി. നേരത്തെ അസിത ഈ വാർത്ത നമ്മുടെ ബ്രേക്കിംഗ് ഗ്രൂപ്പിൽ കണ്ട് ഇക്കാര്യം അറിയിച്ചിരുന്നതാണ്. അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. നമുക്ക് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധവുമായി എത്തിയത്. ഷാരിഖ് നവാസ് ഉണ്ട്. ഷാരിഖ്, ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുന്നുണ്ടോ? എന്താണ് സാഹചര്യം? അസിത, ദിലീപ് കുമാർ, ആ പ്രതിഷേധം ആ സമയത്ത് തന്നെ തീർന്നു. അതായത് പട്ടാമ്പി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിനാണ് ഓങ്ങല്ലൂർ പ്രദേശത്തെ ഈ കള്ളാടിപ്പറ്റ LP സ്കൂളിൽ എത്തിയത്. ആ സ്കൂളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് മുഹമ്മദ് മുഹസിൻ സംസാരിക്കുകയും അവർക്ക് ഹസ്തദാനം നൽകുകയും അവരെ കൈവീശി അഭിവാദ്യം ചെയ്യുകയൊക്കെ ചെയ്തു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മുഹമ്മദ് മുഹസിനോട് ആ ബൂത്തിൽ നിന്നും പോകാൻ ആവശ്യപ്പെട്ടതും. കാരണം തിരഞ്ഞെടുപ്പ് ചട്ടം പ്രകാരം, അതായത് സ്ഥാനാർത്ഥി ബൂത്തുകളിൽ നേരിട്ട് വോട്ടർമാരെ നേരിൽ കണ്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരോട് മറ്റു അഭിവാദ്യങ്ങൾ ചെയ്യാനോ ഒന്നും പാടില്ല എന്നാണ് തിരഞ്ഞെടുപ്പ് ചട്ടം. അപ്പോൾ അത് ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടമായി പ്രതിഷേധിച്ചത്. ഒടുവിൽ പ്രതിഷേധം കൈവിട്ടപ്പോൾ പോലീസ് എത്തി രംഗം ശാന്തമാക്കി. മുഹമ്മദ് മുഹസിൻ അപ്പോൾ തന്നെ ആ ബൂത്തിൽ നിന്ന് മടങ്ങുകയും ഉണ്ടായി. ഇതാണ് അപ്പോൾ ആ സമയത്ത് തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. അസിത, ദിലീപ് കുമാർ. പട്ടാമ്പി ഓങ്ങല്ലൂർ കള്ളാടിപ്പറ്റയിലാണ് LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മുഹസിൻ ബൂത്തിൽ കയറി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന പരാതി വന്നത്. വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.